എന്തൊക്കെയാ ചേർത്ത്? സാമ്പാർ, ചട്നി, പിന്നെ ഇതുണ്ടാക്കിയ പൊടി. അതാണ് പൊടിയാണ് സ്പെഷ്യല്. അതെ. എങ്ങനെയുണ്ട്? കായത്തിന്റെ സ്വാദമുണ്ട്, നന്നായിട്ട്. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും മത്തിമാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ദോശപ്പൊടിയാണ് കേട്ടോ. എല്ലാവരും ഇത് കഴിച്ചിട്ടുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് അടിപൊളിയാണ് എന്താ അമ്മ ഉണ്ടാക്കുന്ന ഈ ഒരു ദോശപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അമ്മ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നാഴി. ഇതിലായിരുന്നു പണ്ട് നമ്മൾ ചോറൊക്കെ വെക്കാൻ വേണ്ടി അരി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പം അമ്മ ഇങ്ങനത്തെ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ അതിന് അളവിന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ ഗ്ലാസ്സിൽ, കുഞ്ഞ് ഗ്ലാസ്സിലാണ് അച്ഛനും അമ്മയ്ക്കും അല്ലേ ചോറ് വയ്ക്കേണ്ടത്, അതുകൊണ്ട് ഇതൊന്നും എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സംഭവത്തിന് മാത്രം അളക്കാൻ വേണ്ടി ഒരളവിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സിൽ അളവെടുക്കാം കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു 19 കൊല്ലം വർഷം പഴക്കമുള്ള ഒരു സംഭവമാണ്, നാഴിയാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാം ഇതിൽ പറയുന്നതിൻ്റെ എല്ലാ അളവും അമ്മ ഇതിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സോ അല്ലെങ്കിൽ പാത്രമോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നിറയെ ആദ്യം എടുക്കുന്നത് മുതിരയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ അപ്പം പറയാം. ഇപ്പം മുതിരയാണ് എടുത്തിരിക്കുന്നത്. ഇനി മുതിര ചൂടായ ഒരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അത് വറുത്തെടുക്കണം കേട്ടോ. ഒരു നന്നായിട്ട് എന്താ പറയുക, ഒരു ചുമപ്പ് കളറൊക്കെ ആവുന്നത് വരെ നന്നായിട്ട് അത് വറുത്തെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ചടചടേന്ന് പൊട്ടും. അതാണ് അതിന്റെ പാകമായി തുടങ്ങി എന്നുള്ളതാണ്. പൊട്ടല് നിന്നാ നിർത്താം. മണം വരുന്നുണ്ട്. ചുവന്ന കളറാവുന്നവരെ വറുക്കുക. മുതിര വറുക്കുമ്പോ ഇങ്ങനെ ഒരു എണ്ണമയം പോലെ വരും. അപ്പൊ അത് നന്നായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പരന്നൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം, അതിന്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം നാഴിയില്ലേ, ആ നാഴിയിൽ തന്നെ ആ നാഴി നിറയെ അരിയും അതേപോലെ തന്നെ ഉഴുന്നുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് വെവ്വേറെയാണ് ശരിക്കും വറക്കേണ്ടത്. അമ്മ ഓൾറെഡി വറുത്ത് വെച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ജസ്റ്റ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. ഈ മുതിര വറുത്ത പോലെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വറക്കേണ്ടത്. ആദ്യം അരി ഒന്ന് വറുക്കുക, അതിനുശേഷം ഉഴുന്നൊന്ന് വറുത്തിടുക. എല്ലാം ആ നാഴിയിൽ നിറയെ, നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കണമെന്ന് വെച്ചാൽ എല്ലാതും ഒരേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ അരി ഉഴുന്നും ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക, ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു കരണ്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കായം ഇട്ട് കൊടുക്കാം. കായത്തിൻ്റെ 2 സൈഡും മുള്ളും എല്ലാം നന്നായിട്ട് വേവണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അതും നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. സെയിം കരണ്ടിയിൽ തന്നെ കുറച്ച് മുളകും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അമ്മ മുളക് പൊടിയും ചേർക്കും, മുളകും ചേർക്കും. അപ്പോൾ കുറച്ച് മുളകും ബാക്കി എരിവിന് മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം എല്ലാം കൂടി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ പറയുക, വറുത്ത് വെച്ച സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ, കായം, മുളക്, മുതിര, ഉഴുന്ന്, അരി എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതൊന്ന് മിക്സിയിലിട്ട് അരക്കണതിന് മുന്നേ കുറച്ച് ഉപ്പും കൂടിയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം.
ഇത്രയും ദോശപ്പൊടി എന്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം പൊടിച്ചിരിക്കുന്നത്. ഇവിടെ ഇല്ലത്തെ സ്ഥിരം ദോശയാണ്, 365 ദിവസവും ദോശയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും എപ്പോഴും പൊടി വേണം. പിന്നെ എനിക്ക് കൊണ്ടുപോകാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്ര അധികം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ പാത്രത്തിലാക്കി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ. ടേസ്റ്റ് നോക്കാനൊന്നുമില്ല, സൂപ്പറാണ്. എന്തായാലും നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഞങ്ങൾക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയും പൊടിയും സാമ്പാറും ചട്നി. വയല് വെള്ളം വരുന്നില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പൊടി ഇട്ടിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് നമുക്ക് ശരിക്കും വറുത്ത വെളിച്ചെണ്ണയാണ് വേണ്ടത് കേട്ടോ. ഇപ്പോൾ എന്തായാലും സാധാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇഡ്ഡലിയിൽ മുക്കിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴിക്കുക. എന്താ ടേസ്റ്റ് എന്നറിയോ? എന്തൊക്കെയാ ചേർത്ത്? സാമ്പാർ, ചട്നി, പിന്നെ ഇന്നുണ്ടാക്കിയ പൊടി. അതാണ് പൊടിയാണ് സ്പെഷ്യല്. അതെ. എങ്ങനെയുണ്ട്? കായത്തിന്റെ സ്വാദമുണ്ട്, നന്നായിട്ട്. ഇഡ്ഡലിയുടെ സൂപ്പറായിട്ട്. അപ്പോൾ എല്ലാവർക്കും അമ്മ ഉണ്ടാക്കിയ ഇന്നത്തെ ഈ ഒരു ദോശപ്പൊടി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയും ടാറ്റ, ബൈ. സൂപ്പർ.